ഹേ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കെട്ടിയൊരുങ്ങി ഞാൻ എങ്ങോട്ടേക്കാണ് പോകണമെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. വേറെ എവിടേക്കുമല്ല, നമ്മുടെ സ്വന്തം ജിത്തു ചേട്ടൻ്റെയും ദേവിക ചേച്ചിയുടെയും വെഡിങ് റിസപ്ഷന് വേണ്ടി പോവാണ്. കൂടെ അമ്മു, പിന്നെ നിഖിൽ ചേട്ടൻ്റെ അമ്മ, നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ട്രീസാ ഗാർഡനിൽ വെച്ചിട്ടാണ് കേട്ടോ റിസപ്ഷൻ. അപ്പോൾ നമ്മളിവിടെ എത്തി. അപ്പോഴത്തേക്ക് നമ്മൾ ചെന്ന സമയത്താണെങ്കിൽ ചേട്ടൻ്റെയും ചേച്ചിയുടെയൊക്കെ വീഡിയോ ഷൂട്ട്, ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കല്യാണത്തിൻ്റെ വ്ളോഗൊക്കെ ഇതിനു മുമ്പ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും കാണാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി കാണണേ. അമ്മോ അതെവിടെയോ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മുടിയൊക്കെ അയൺ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോഴത്തേക്ക് നമ്മൾ ചെന്ന സമയത്ത് അവിടെ ഫുഡ് കോർട്ടും ഓരോ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വരുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മൾ പിന്നെ ചെക്കൻ്റെ പാർട്ടി ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ എന്തായാലും എത്തുമല്ലോ. അപ്പോൾ എൻ്റെ അമ്മൂൻ്റെ ആണെങ്കിൽ ആങ്കറിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താവോ എന്തോന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ ഞാനതൊന്നും കാണിക്കുന്നില്ല മുഖത്തുനിന്ന് മാത്രം. അപ്പോൾ നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് കയറി ഇരിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വേണം അവിടെ പോയിട്ട് പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ നോക്കാനായിട്ട്. വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ല, ജസ്റ്റ് തട്ടിക്കൂട്ട് എന്തൊക്കെയൊക്കെയോ നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി സ്റ്റേജിൽ കാണാം. അപ്പോൾ ഇത് രാജേഷ് മാമനാണ് കേട്ടോ എൻ്റെ അടുത്ത് ഞാൻ മിററിൽ വീഡിയോ എടുക്കണ സമയത്ത് വന്നത്. ഇത് ഇവിടെ നിന്നിട്ട് മാമൻ ചിന്തിച്ചേട്ടനും അമ്മയൊക്കെ ഭയങ്കര ഡിസ്കഷനിലാണ്. എനിക്കാണെങ്കിൽ പിന്നെ ഒരു മിറർ കണ്ടാൽ പിന്നെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പം ഞാൻ ഒരു മിററിന് എവിടെ പോയാലും വെറുതെ വിടാറില്ല. അപ്പോൾ അവരൊക്കെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് കയറി ഇരിക്കുകയാണ്. അപ്പോൾ ആ മിററിലുള്ളത് എൻ്റെ അനീത്തിയാണ് കേട്ടോ. എൻ്റെ അനീത്തി ഗൗണാണ് ഇട്ടേക്കണേ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഉണ്ണിമാമനാണ്. ഉണ്ണിമാമൻ പിന്നെ എൻ്റെ ഫ്രണ്ടിൽ ഉണ്ണിമാമൻ്റെ അമ്മ. അപ്പോൾ നമ്മളാണ്, ഞാൻ പറഞ്ഞല്ലോ, നമ്മളാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. സ്റ്റേജിൻ്റെയൊക്കെ സംഭവങ്ങൾ, അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അവിടെ അവരുടെ ടീം കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ശ്യാം, അമ്മു, സച്ചു ഇവരെല്ലാവരും കൂടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് അവർ മൊത്തം. അതിൻ്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ നമ്മുടെ സ്റ്റേജിൽ ഓരോ സംഭവങ്ങളൊക്കെ ഇപ്പോഴും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മുടെ കേക്ക് ഇവിടെ ഇരിക്കണോ, കേക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കേക്ക് നേരത്തെ റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. കൊള്ളാം. സഞ്ജു സച്ചു ആണ് കേട്ടോ ഫ്രണ്ടിൽ ആ ബ്ലാക്ക് കോട്ടൊക്കെ ഇട്ട് പോണത്. എൻ്റെ അമ്മയും അച്ഛമ്മയും അടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആരെങ്കിലും പിടിച്ചില്ലെങ്കിൽ ബാലൻസിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പുറത്ത് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി രാത്രി ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു രസം വരാം. അപ്പോൾ ജിത്തു ചേട്ടനും ദേവിക ചേച്ചി ഇതുവരെ എൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളവിടെ പോയിട്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു. തകർക്കണല്ലോ. അപ്പോൾ നമ്മളത് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചതിന് ശേഷം നേരെ പോയത് നമ്മുടെ സമൂസ ചാട്ട്, പാനിപ്പൂരി, ബേൽപൂരിയൊക്കെയുള്ള സ്റ്റോളിലേക്കാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, പാനിപ്പൂരിയും ബേൽപൂരിയും മസാലപ്പൂരിയും അതുപോലെ തന്നെ ദഹി പപ്പടി എല്ലാം അവിടെയുള്ള എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും നിന്നൊക്കെ ആയിട്ട് ട്രൈ ചെയ്ത് അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് അതൊക്കെ കഴിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ കണ്ടു കഴിഞ്ഞാലൊക്കെ കഴിക്കാറുണ്ട്. എനിക്കിഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ഇങ്ങനത്തെ നോർത്ത് ഇന്ത്യൻ ഫുഡ്സ്. അപ്പോൾ അത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ നമ്മുടെ പാനിപ്പൂരി കഴിക്കുന്നതിൻ്റെ രംഗങ്ങളാണ്. അപ്പോൾ പലതരത്തിലുള്ള എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൊള്ളാം കഴിച്ചു. ഇപ്പോൾ അതിലാണെങ്കിൽ പാനിപ്പൂരി നമ്മൾ ഒഴിക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ, അതാണെങ്കിൽ നല്ല പുളിയും എരിവൊക്കെ ഉണ്ടായി, നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കേണ്ട, ചുമ്മാ രസം. അപ്പോൾ ജിത്തു ചേട്ടൻ്റെ ദേവിക ചേച്ചിയുടെ എൻട്രി ഇതുവരെ ആയിട്ടില്ല കേട്ടോ. അതാണ് നമ്മളൊക്കെ പുറത്ത് നിൽക്കണേ. എനിക്കാണെങ്കിൽ എത്ര നേരം വീഡിയോ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുന്ന അറിയില്ല. എന്നാലും പറ്റുന്ന അത്ര എടുക്കാമെന്നും പറഞ്ഞ് ഞാൻ നടക്കുകയാണ്. അങ്ങനെ ദേവികേശ് നമ്മൾ കാത്തിരുന്ന് ജിത്തു ചേട്ടൻ്റെ ദേവിക ചേച്ചിയുടെ എൻട്രി ആയിരുന്നു. അപ്പോൾ നമ്മളും കൂടെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാൻസ് കലാപരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കേക്ക് കട്ടിങ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. എന്ത് ചെയ്യാനാണ്. ഞാൻ നമ്മൾ ചില സമയത്ത് നമുക്ക് ചില മൊമെൻറ്റ്സിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ടൈമിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ ഇനിയിപ്പോൾ ഏതെങ്കിലുമൊക്കെ വല്ല ഫങ്ഷൻസ് വരുമ്പോൾ മാക്സിമം വീഡിയോസ് എടുക്കാൻ നോക്കാം. ഇതിപ്പോൾ ആ ഒരു ആങ്കറിങ്ങിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ഇടയിൽ എനിക്കത് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. അതാണ് സംഭവം. കാരണം ഓൾറെഡി കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ ആങ്കർ ചെയ്യുമ്പോൾ അല്ലെങ്കിലൊക്കെ കൊള്ളാവോ അതിലേക്ക് പറയാൻ പറ്റുന്നൊക്കെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോയും അതും എല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ ഞാൻ വിചാരിച്ച് വേണ്ട, വീഡിയോ എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ വേണ്ട, വീഡിയോ എടുക്കണ്ട, അതിൽ ഫോക്കസ് ചെയ്യാമെന്ന് വേണ്ട അങ്ങനെ നിന്നതാണ്. പിന്നെ എനിക്ക് തോന്നിച്ചോ വീഡിയോ എടുക്കാമായിരുന്നു. സാരില്ല, ഇങ്ങനെയൊക്കെ
അല്ലേ പഠിക്കുക, പയ്യെ പയ്യെ റെഡിയാക്കുക. ചില സമയത്ത് അങ്ങനത്തെ തോട്ട്സൊക്കെ വരും. അപ്പോൾ ഈ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണമാണ് എനിക്ക് ഡാൻസിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഒന്നും ഇടാൻ പറ്റാത്ത. അപ്പോൾ സെപ്പറേറ്റ് വീഡിയോ എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും, എല്ലാവരും വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഇവിടെ ആരാണ് വയലിൻ വായിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് നമ്മുടെ സ്വന്തം നിഖിൽ ചേട്ടനാണ്, അമ്മൂൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അമ്മ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ നൈസായിട്ട് വീഡിയോ എടുത്തതാണ്. അടിപൊളിയായിട്ട് ചേട്ടൻ വയലിൻ വായിച്ചിട്ടാണ്, നല്ല രസമുണ്ടായിരുന്നു. ചേട്ടൻ അടിപൊളിയായിട്ട് വയലിനൊക്കെ വായിക്കും. അപ്പോൾ ഇപ്പം നടക്കുന്ന കൈകൊട്ടിക്കളി നിർമ്മമാമൻ്റെ കൂടെ വർക്ക് ചെയ്തവർ, അതായത് നിർമ്മമാമൻ എയർഫോഴ്സിലായിരുന്നു. അപ്പോൾ അവർ സ്പോൺസർ ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നൈസായിട്ട് നമ്മളവിടെ പോയിട്ട് ആ ക്യാമറമാൻ ചേട്ടൻ്റെ അടുത്ത്, ചേട്ടൻ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായി. ശ്യാമാണ് ഇപ്പോൾ എടുക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പിന്നെ വീഡിയോസൊന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഫുഡ് കഴിക്കുന്നതും വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ എന്താണെന്ന് അറിയാൻ പാടില്ല, ഞാനത് വിട്ടുപോയി തോന്നുന്നുണ്ട് ആ ഒരു ഇതിൻ്റെ ഇടയ്ക്ക്. ഞാനാണെങ്കിൽ തിരിച്ചു പോയത് സഞ്ജുവിൻ്റെ ഒപ്പം കേട്ടോ, സഞ്ജുവിൻ്റെയും ശ്യാമിൻ്റെയും. അപ്പോൾ സഞ്ജുവിന് വണ്ടി ഓടിക്കണത്, ശ്യാം ബാക്കിലിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചുമ്മാ ചില്ല് ചെയ്ത് വൈബ് ചെയ്തിട്ടൊക്കെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഞാനാണെങ്കിൽ വീട്ടിലെത്തിയത് എൻ്റെ ഫ്ലാറ്റായി. ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.